ഈ ബിഗ് ബോസ് എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. 4 പേരും കൂടെ ചർച്ച ചെയ്ത് ആർക്കെങ്കിലും ഒരാൾക്ക് ബോണസ് പോയിന്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവർ 4 കൂടെ അങ്ങ് തമ്മിൽ തല്ലുമെന്നോ വഴക്കുണ്ടാക്കുമെന്നോ ബഹളം ഉണ്ടാക്കുമെന്നോ ഒക്കെ പ്രതീക്ഷിച്ചു. ഒന്നും ഉണ്ടായില്ല. നല്ല പിള്ളേര് അവര് തമ്മിൽ ചർച്ച ചെയ്ത് ഋഷിക്ക് ബോണസ് പോയിന്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ടിക്കറ്റ് ഫിനാലയിലേക്ക് ബോണസ് പോയിന്റ് നേടാനുള്ള ടാസ്കുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയിരുന്നത് നെസ്റ്റ് ആയിരുന്നു. അങ്ങനെ നെസ്റ്റിലുള്ള 4 പേര് അർജുൻ, ജാസ്മിൻ, ഋഷി ആൻഡ് അഭിഷേക്, ഈ 4 പേരിൽ ഒരാൾക്കാണ് ബോണസ് പോയിന്റ് കിട്ടുക. അത് ഇവർ 4 പേരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അങ്ങനെ 4 പേരും ആക്ടിവിറ്റി ഏരിയയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത്, ബിഗ് ബോസ് എന്നത് ആത്യന്തികമായി വ്യക്തിഗത മത്സരമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഗ്രൂപ്പ് മത്സരം ഉണ്ടായിരിക്കില്ല. ഇത് തന്നെയാണ് പവർ റൂം എടുത്തു മാറ്റിയപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ബോണസ് പോയിന്റ് കിട്ടുന്ന ആൾക്ക് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് തുടങ്ങുമ്പോൾ പോയിന്റ് നില വരുമ്പോൾ ഏറ്റവും ആദ്യം, അതായത് മറ്റുള്ളവരെക്കാട്ടിലും ഒരു പടി മുന്നിൽ തുടക്കം തൊട്ടേ ഈ ബോണസ് പോയിന്റ് കിട്ടുന്ന ആൾ ഉണ്ടാവും. അങ്ങനെ ആ ബോണസ് പോയിന്റ് നിങ്ങളിൽ ആർക്ക് വേണം എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറയുന്നു. ഇവർക്കാണ് ഡിബേറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല. ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ താല്പര്യമുള്ളവർ വിട്ടുകൊടുക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അപ്പം ഋഷിയാണ് പറയുന്നത്, ഇത് 2 ആഴ്ചത്തെ കഷ്ടപ്പാടാണ്, അങ്ങനെ ഓസിന് ഒരാൾക്ക് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ല എന്ന്. അപ്പം അർജുൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ ആരാ അതിന് ഓസിന് ഇതായിട്ട് നിന്നേന്ന്. അപ്പം അതിനു മുമ്പ് ഋഷി അർജുൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, നിനക്ക് ഗ്രാൻഡ് ഫിനാലയിലേക്ക് വരുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നു, ഇല്ല, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എനിക്ക് തന്നേക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ജാസ്മിൻ പറയുന്നു, നിനക്ക് കോൺഫിഡൻസ് ഇല്ല, നീ എവിക്റ്റ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് യൂസ് ഇല്ലാതെ വരുമല്ലോ എന്ന്. അഭിഷേക് അതിനിടയ്ക്ക് ഒരു ഇത് പറയുന്നു, ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ തുടങ്ങുന്ന സമയത്ത് ഇപ്പം ഇൻ കേസ് ഈ ബോണസ് പോയിന്റ് ഒരു 20 പോയിന്റ് ആണെന്ന് വെക്കുക, അങ്ങനെയാണെങ്കിൽ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ 2 ടാസ്കിൽ മനഃപൂർവ്വം വിട്ടുകൊടുക്കുക ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ജാസ്മിനും ആദ്യം സപ്പോർട്ട് ചെയ്യുന്നു, അത് നല്ല കാര്യമാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു എന്ന് ജാസ്മിൻ പറയുന്നു. ഋഷിയും അർജുനും അതിനോട് യോജിക്കാതെ ആയപ്പോഴത്തേക്കിനും അഭിഷേക് പറയുന്നു, ശരി, ഞാൻ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് തുടങ്ങുമ്പോൾ 2 ടാസ്ക് മനഃപൂർവ്വം തോറ്റു തരാം, എനിക്ക് ബോണസ് പോയിന്റ് തന്നേക്കിന്ന്. അപ്പം ജാസ്മിൻ പറയുന്നു, അത് ബ്രോ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നമ്മൾ 4 പേര് മാത്രമല്ലല്ലോ ടാസ്കിൽ പങ്കെടുക്കുന്നത്, മറ്റുള്ളവരും ഉണ്ടല്ലോ, അപ്പോൾ അവരിൽ ആരെങ്കിലും ആണ് ജയിക്കാൻ സാധ്യതയുള്ളതെങ്കിൽ പിന്നെ ഈ പ്ലാൻ നടത്തിയിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ അത് അവിടെ ഉപേക്ഷിച്ചു. അപ്പോഴാണ് ബിഗ് ബോസ് പറയുന്നത്, ഇനി 3 മിനിറ്റും കൂടെ ഉള്ളൂ വേഗം ചർച്ച ചെയ്ത് തീരുമാനിക്കാനായിട്ട്. അപ്പം ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് ഒരാളെ കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചതും വെറുതെ ആവും, അപ്പോൾ അതൊരു യൂസ് ഇല്ലാതെ പോകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ മറ്റുള്ള 3 പേരോടും ചോദിക്കുന്നു, നിങ്ങൾ വിട്ടുതരാൻ തയ്യാറല്ലല്ലോ എന്ന് ചോദിക്കുന്നു. അവർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ശരി, ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാണ് എന്ന് പറഞ്ഞ് ജാസ്മിൻ മാറുന്നു. അപ്പോൾ അർജുൻ പറയുന്നു, ജാസ്മിൻ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഋഷിക്ക് തരാൻ താല്പര്യമാണ് പറയുന്നു. അങ്ങനെ അഭിഷേകിനും ഋഷിക്ക് കൊടുക്കാൻ താല്പര്യമാണ്. അങ്ങനെ 3 പേരും കൂടെ ഒരുമിച്ച് ഋഷിക്ക് ബോണസ് പോയിന്റ് കൊടുത്തു.